നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്തോട്ട് കേറിയത്? പറയടി, പറയാൻ. സാവിത്രി, കുഞ്ഞിത ഇവിടുന്ന് താഴെ ഉരുണ്ട് വീഴാറായി. അപ്പൊ ഞാൻ ഓടിക്കയറി കുഞ്ഞിനെ എടുത്തതാ. മോളിതാ കുഞ്ഞിനെ പിടിക്കാം. അതെ, കുഞ്ഞ് താഴെ വീണ നിനക്ക് എന്താ ഇത്ര ദണ്ണം? നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. കുഞ്ഞ് വീണ നിങ്ങൾക്കൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് സ്വന്തം മകനോട് പോലും സ്നേഹമുണ്ടോ സ്ത്രീയെ? ദേ, നീ മിണ്ടരുത്. നിന്നെ ഞാൻ അടിച്ചോടിച്ച് മടക്കി ഇവിടെ ഇടും, പറഞ്ഞേക്കാം. പിന്നെ ഇങ്ങോട്ട് വാ. നിങ്ങൾ അടിക്കാൻ വരുമ്പോ എന്റെ കൈയങ്ങ് പുളി പറിക്കാൻ പോവല്ലോ. എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. നീ എന്നോട് കൂടുതൽ കളിക്കാൻ വരരുത്. സാവിത്രി, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. കുഞ്ഞ് താഴെ വീണ് എന്തെങ്കിലും പറ്റുമെന്ന് കണ്ടപ്പോ ഞാൻ ഇപ്പുറത്തേക്ക് ഓടിക്കയറി പോയതാ. മേലാൽ ഞാൻ കയറില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ. എന്താ നന്ദിനി? മുത്തശ്ശി, ഇവരെന്നോട് ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനെ സോഫയ്ക്ക് എടുത്തിട്ട് ഇവരോട് നോക്കിക്കോളാൻ പറഞ്ഞ് ചായ എടുക്കാൻ പോയി. ഇവര് ഫോണിന്റെ പിറകെ പോയി. കുഞ്ഞ് താഴെ വീഴുമെന്ന് കണ്ടപ്പോ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതിന് ഇവരുടെ ബഹളം. ഇവളീ അതിര് കടന്നത് എന്തിനാണെന്ന എന്റെ ചോദ്യം. ആ, ഇവൾ അതിര് കടന്നത് നിന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ. എന്താ മനസ്സിലായില്ലേ? ദേ, ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചിരിക്കുക. അതാരും മറക്കരുത്. ഈ വീട് രേഖാമൂലമൊന്നും ഭാഗം വച്ചിട്ടില്ല. ചിലരുടെ സമാധാനത്തെ കരുതി ഇങ്ങനെ ഒരു അതിര് നിശ്ചയിക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് മാത്രം. ACP ആയ മകനെ നിന്റെ വരുതി കിട്ടിയെന്ന് കരുതി നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയോടും നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനോടും നീ യുദ്ധത്തിന് വരരുതേ. ഇത് ഏതറ്റം വരെ പോകുമെന്ന് കരുതി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക. ദേ, നീ നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് നാവടക്കി നിന്നില്ലെങ്കിൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് തെറിക്കുന്നത് നീയായിരിക്കും. എന്റെ പ്രൊഫൈൽ നിനക്കറിയാലോ. ഞാനൊരു പരാതി എഴുതി കൊടുത്ത അപ്പ വരും പോലീസ് തലപ്പത്തുള്ളവര് മുതൽ താഴോട്ടുള്ളവര് വരെ. രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഇതിലിടപെടും. ഒറ്റ കാരണം മതി നീയൊക്കെ പുറത്തേക്ക് പോവാൻ. ഹ്യൂമൻ റൈറ്റ്സ്. മനസ്സിലായോടി? നന്ദിനി, നീ വാ മോളെ. നീ ഇത്രയും പാവം ആവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.